എക്സ്പെക്റ്റേഷനോട് കൂടിയിരിക്കുന്ന ആളുകൾക്കായി സ്തോത്രം. ഇന്ന് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. വലിയ പ്രതീക്ഷകൾ. ഞാൻ ദൈവസന്നിധിയിലെ 2 അനുഗ്രഹത്തിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് റെവറൻഷ്യൽ ഫിയർ ആണ്, ബഹുമാനമുള്ള ഭയം. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയത് എന്താ? അതിനോടൊപ്പം ഉണ്ടാകുന്ന വാസ്തവത്തിലെ ആരാധന. രണ്ടും ഒരേപോലെ എവിടെ ഉയരുന്നു അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. റെവറൻഷ്യൽ ഫിയറും അതോടൊപ്പം തന്നെ കർത്താവിനെ മഹത്വീകരിക്കുകയും ചെയ്യുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് പകലെ ഒരു അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ നടക്കാൻ പോവാം. നിങ്ങൾ എത്ര പേർ റെഡിയാണെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്ന ആളുകൾ, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ അസാധാരണമായൊരു പകർച്ചയുണ്ടാകുമെന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആകാൻ പോകുകയാണ്. എനിക്ക് തോന്നിയ വലിയ കാര്യം, ഞാൻ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ദുബായിൽ ഈ വിഷയം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച രാവിലെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഏകദേശം 2-3 ആളുകൾ എന്നെ വിളിച്ചു. അവരാരും സ്വപ്നം കാണാത്ത ആളുകളാണ്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അക്യുറേറ്റ് ആയ സ്വപ്നങ്ങൾ കണ്ടു. Hallelujah. So it is so wonderful, you know. So ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുകളിലും ആ അസാധാരണമായ ഒരു പകർച്ച ഉണ്ടാകാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ വിഷൻ മാറാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ദർശനങ്ങൾ മാറാൻ പോകുന്നു. അടുത്ത പടിയിലേക്ക് നിങ്ങളുടെ വിഷൻ മാറാൻ പോകുന്നു. അടുത്ത പടിയിലേക്ക് നിങ്ങളുടെ ദർശനം മാറാൻ പോകുന്നു. അസാധാരണമായത് ചിലത് നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ ആരാധിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. നമ്മൾ കഴിഞ്ഞ 2020 മുതൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ വേർതിരിക്കുന്നു. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ കാണുന്ന 2 പ്രത്യേകതകളിൽ ഒന്ന്, ആ വ്യക്തികളിൽ ദൈവവുമായി ഇന്റിമസി ഉണ്ടാകുന്നു, അടുപ്പം വർദ്ധിക്കുന്നു. അവരും ദൈവമുള്ള അടുപ്പം ഉണ്ടാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകള് ദൈവവുമായി ക്ലോസ് ആയ അടുപ്പത്തിലേക്ക് വളരുന്ന ആളുകളാണ്. 1-2 പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നിങ്ങളും ദൈവം നമ്മളെ അടുപ്പം വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു, ആരാധിക്കണമെന്ന് തോന്നുന്നു, കർത്താവിൽ നിന്ന് പുതിയത് അനുഭവിക്കണം തോന്നുന്നു, ദർശനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നു. അത് അടുത്ത ലെവൽ ഓഫ് ഇംപാർട്ടേഷന്റെ രഹസ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സീസണാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ ദൈവം എന്തോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ് അർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങളെ കാണുമ്പോഴേ പറയാനുള്ളത് ഇന്നലെ രാത്രി എന്തൊക്കെയോ കണ്ടു കിടന്നു. അങ്ങനെയല്ലേ പറയുന്നേ? നിങ്ങളൊന്നും വേണ്ടാതെ ഇന്നലെ രാത്രി എന്തൊക്കെയോ കിടന്ന് കണ്ടു. ഞാൻ ആർക്കറിയാം എന്തൊക്കെയാണ്? അങ്ങനെയല്ലേ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാ പറയുന്നേ? ആണെന്നോ അല്ലെന്നോ? ആ സ്വപ്നങ്ങൾ കണ്ടത് ആ രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുത്ത് നിങ്ങൾക്ക് എഴുതുന്ന നമ്മുടെ ഡയറിക്കകത്ത് എഴുതി വെക്കുകയോ നിങ്ങൾ കണ്ട വിഷനുകൾ എഴുതി വെക്കുകയോ ചെയ്ത എത്ര പേര് ഇതിനകത്തുണ്ട്? കൈവെക്കാൻ പറഞ്ഞ കുറച്ച് പേരൊക്കെ കൈവെക്കും, പക്ഷെ സത്യസന്ധമല്ല അതിനകത്ത്. സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നങ്ങളെ വലുതായി കാണാറില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മെലിഞ്ഞ പശുക്കൾ വണ്ണമുള്ള പശുക്കളെ വിഴുങ്ങുന്ന സ്വപ്നം കണ്ട ഫറവോൻ ആ സ്വപ്നത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ആ സ്വപ്ന നിമിത്തം ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ മുഴുവൻ അത് സ്വാധീനിച്ചുവെങ്കിൽ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചൊണയായിട്ട് കൈയടിച്ച ഒരു ആമീൻ പറഞ്ഞേ. ചില ആളുകൾ പറയും, ബ്രദറെ ഞാൻ ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. അതിലെന്താ കുഴപ്പമുള്ളത്? അടുത്തിരിക്കുന്നോട് ചോദിച്ചു, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഭയപ്പെടുന്ന സ്വപ്നം കണ്ടല്ലേ നിങ്ങൾ? ഫറവോന്റെ ഉള്ളിൽ ഭയപ്പെടുന്ന സ്വപ്നമാ ഉണ്ടേ. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന സ്വപ്നം തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ദൈവിക സന്ദർശനമായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ദൈവമക്കൾ കാണുന്ന
ഭയപ്പെടുത്തുന്നതോ സന്തോഷപ്പെടുത്തുന്നതോ ആയ ഏത് സ്വപ്നവും ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റെപ്പ് വാചകം പറയട്ടെ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ദൈവമല്ലാതെ നിങ്ങൾക്കൊരു സ്വപ്നം തരാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചു. ശ്രദ്ധിക്കൂ. അടുത്തിരിക്കുന്ന ആളെ ചെവി തൊട്ടിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കൂ. വേദപുസ്തകം മുഴുവൻ പറയുന്നത് പിശാച് ആർക്കെങ്കിലും സ്വപ്നം കൊടുത്തതായി വേദപുസ്തകത്തിൽ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. Are you here? Yes. പിശാച് ഇതുവരെ ഒരാൾക്ക് സ്വപ്നം കൊടുത്തതായി വേദപുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടതും നിരാശപ്പെടുന്ന സ്വപ്നം, വ്യത്യസ്തമായ സ്വപ്നങ്ങൾ അനേകർ കണ്ടു. പക്ഷേ അതാരും ഇതുവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ദൈവം കൊടുത്തു എന്നാണ്. കാരണം വേദപുസ്തകം പറയുന്നത്, യോബിന്റെ പുസ്തകം 33:15 വാക്യങ്ങൾ, രാത്രിയിൽ അവൻ തന്റെ ഹൃദയത്തെ തുറക്കുന്നു. ആരുടെയാ? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ തുറന്ന് അവൻ നമ്മളോട് സംസാരിക്കുന്നു എന്നാ പറയുന്നേ. ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് മുഖത്ത് നോക്കി പറഞ്ഞേ, പകല് നിന്നെ കിട്ടാത്തത് കൊണ്ട്, പകല് നിന്നോട് സംസാരിക്കാൻ പാടുള്ളത് കൊണ്ട്, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കാത്തത് കൊണ്ട്, വിഷൻ തരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് രാത്രിയിൽ വന്ന് സംസാരിക്കുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമ്മൾ ഗൗരവമായി കാണാറില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ഒരു സ്വപ്നമാണ് ഈജിപ്റ്റ് എന്ന രാജ്യത്തെ ലോകരാജ്യത്തിന് മുന്നോട്ട് പ്രസന്റ് ചെയ്തത്. ഈജിപ്തിനെ ലോകരാജ്യത്തിന് പ്രസന്റ് ചെയ്തത് ഫറവോൻ അല്ല, ഒറ്റ സ്വപ്നമാണ് ലോകരാജ്യങ്ങളിലേക്ക് എത്തിയത്. ഓ, നിസാരമെന്ന സ്വപ്നമായിരുന്നു ജോസഫ് കണ്ടത്. കതിരുകളായിരുന്നു സ്വപ്നം. സൂര്യനും ചന്ദ്രനുമായിരുന്നു സ്വപ്നം. അല്ല, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമായിരുന്നു സ്വപ്നം. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എത്ര ഉള്ളായിരുന്നു? അപ്പനും അമ്മയും എന്നെ ഒന്ന് നമസ്കരിക്കുന്നു എന്നായിരുന്നു. നമുക്കതിനെ വലിയ സീരിയസ് ആയി കാണണം തോന്നത്തില്ല. പക്ഷേ ജോസഫ് അതിനെ സീരിയസ് ആയി കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ കുണ്ടറയിൽ നിന്ന്, ജയിലിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് പ്രൊമോഷനായി. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നീ കിടക്കുന്ന സ്ഥിതിയിൽ നിന്ന് കൊട്ടാര സദൃശ്യമായ അനുഗ്രഹത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ തരാൻ പോകുന്നു. ഞാൻ ഈ ചർച്ചിനോട് ദൂത് പറയുക, ഈ കാണുന്ന സഭയുടെ നിലവാരത്തിൽ നിന്ന് കൊട്ടാര സദൃശ്യമായ അനുഗ്രഹ സമാനമായ ഒരു ആത്മാനുഭവത്തിലേക്ക്, ഭൗതിക അനുഭവത്തിലേക്ക് സഭ ട്രാൻസ്ഫർ ആകാൻ പോകുന്നു. Come on, come on, come on, come on, come on. കുറെ കതിരും കുറെ സൂര്യനെയും ചന്ദ്രനെയൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാമായിരുന്നു ജോസഫിനെ. പക്ഷെ ജോസഫ് അതിനെ നിസാരവൽക്കരിച്ചില്ല, പകരം അതിനെ സീരിയസ് ആയി കണ്ടു. നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജോസഫ് അതിനെ നിസാരവൽക്കരിച്ചില്ല, പകരം അതിനെ സീരിയസ് ആയി കണ്ടു. ഇന്ന് പകൽ ആരെങ്കിലും പറയുമോ, ഞാൻ ഇനി കാണുന്ന സ്വപ്നങ്ങൾ നിസ്സാരമായി കാണത്തില്ല, ഞാൻ അതിനെ എഴുതിയിടും, അതിനെ മെഡിറ്റേറ്റ് ചെയ്യും, വീണ്ടും സ്വപ്നം കാണും, വീണ്ടും ആഗ്രഹിക്കും? ഞാൻ 3 കാര്യങ്ങൾ പറയാൻ പോവാ. ഒരാളുടെ സ്വപ്നം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ മുഴുവൻ സ്വാധീനിച്ചിട്ട് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുകളിലാക്കി. ആമേൻ. ഇന്ന് അമേരിക്ക 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഒറ്റ സ്വപ്ന നിമിത്തം ഇന്ത്യ 1ാം സ്ഥാനത്ത് വരുന്നു എന്ന് ചിന്തിക്കേ. ലോകരാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ മുകളിലായിരുന്നു അന്ന് ഈജിപ്റ്റ്. ഒറ്റ സ്വപ്നമാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു രാജാവിനെ രാജസിംഹാസനത്തിൽ നിന്ന് താഴ്ത്തിയതും ഒരു സ്വപ്നമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു മനുഷ്യനെ കുഴിയിൽ നിന്ന് രാജസിംഹാസനത്തിൽ എത്തിച്ചതും ഒരു സ്വപ്നമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഇടപെടുന്ന സ്വപ്നങ്ങൾ അസാധാരണമാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട്, കൈ പിടിച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് പറ, ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷനാണ് സ്വപ്നങ്ങൾ. Are you listening to me? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, എന്താണ് സ്വപ്നങ്ങൾ, എന്താണ് ദർശനങ്ങൾ എന്ന് ഉറക്കെ പറഞ്ഞു. എന്താണ് സ്വപ്നങ്ങൾ? ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്ഥിരമായ പദ്ധതിയെ, സ്വർഗത്തിൽ ദൈവം സ്ഥിരമാക്കി വെച്ചിരിക്കുന്ന പദ്ധതിയെ ഈ ഭൂമിയിൽ പ്രകടമാക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ്, ചെയ്യുവാൻ പോകുന്നതിനേക്കാൾ മുമ്പ്
നമ്മളോട് പറയുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. Amen. നിങ്ങളുടെ ആ വാചകത്തിന്റെ ആദ്യ വാക്ക് മറന്നു പോകരുത്. സ്വർഗത്തിൽ ദൈവം സ്ഥിരമായ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ എക്സിക്യൂഷന് മുമ്പ് താൻ ആരിലൂടെയാണോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവരോട് അത് പങ്കുവയ്ക്കുന്നതാണ് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. അടുത്തിരിക്കുന്ന ഒരാളെ കൈയെടുത്തിട്ട് പറ, നീ ഒത്തിരി വിലയുള്ളത് കൊണ്ട് സ്വർഗം തന്റെ സ്വപ്നത്തെ നിന്നോട് പങ്കുവെച്ചതാ. അപ്പൊ ഒത്തിരി സ്വപ്നം കാണുന്ന ആളുകൾ ദൈവത്തിന് ഒത്തിരി ആവശ്യമുണ്ട് ഈ ലോകത്തിൽ അവരെ കൊണ്ട് ചിലത് ചെയ്യിച്ചടിക്കാൻ. Are you listening? So wonderful, so wonderful എന്ന് പറഞ്ഞ ഞാൻ കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം. സ്വർഗത്തിൽ ദൈവം സ്ഥിരമായി വെച്ചിരിക്കുന്ന പദ്ധതിയെ ആരിലൂടെയാണോ ആ പദ്ധതി ഈ ഭൂമിയിൽ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് കൈ അടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. അഞ്ചലിലെ വർക്ക്ഷോപ്പിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു മാറണം. ആ സമയത്ത് ഞാൻ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ദർശനം ഉണ്ടായില്ല എവിടെ ഉണ്ടായെന്ന്. സങ്കടത്തോടെ കിടന്നുറങ്ങിയ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു കുരിശടിയുടെ മുമ്പിലേക്ക് ഒരു പള്ളിയുടെ കുരിശടിയുടെ മുമ്പിലേക്ക് ഒരു റോഡ് വന്നു ചേരുന്നു. ആ റോഡിന്റെ വലതുവശത്താണ് ചർച്ചിന്റെ സ്ഥലമെന്ന്. ഞാൻ അഞ്ചലിലുള്ള എല്ലാ കുരിശടിയും പോയി നോക്കി. പോയ കുരിശടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു റോഡുണ്ട്, പക്ഷെ സ്ഥലമില്ല. സ്ഥലം കണ്ടത് എനിക്ക് മനസ്സിലായി ഏകദേശം 5 ഏക്കറോളം ഉള്ള സ്ഥലമാണ്. അന്ന് രാത്രി വീണ്ടും വളരെ പ്രാർത്ഥനയോടെ ഞാൻ നടക്കുന്ന വഴിയിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇപ്പോൾ ഉള്ള ചർച്ചിന് മുമ്പിലുള്ള കുരിശടി മനസ്സിലായി. പെട്ടെന്ന് എനിക്ക് കർത്താവിനോട് പറഞ്ഞു, ജോണെ അവിടെ ഒരു വഴി വരും. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അഞ്ചലിൽ ബൈപ്പാസ് എന്ന ചിന്തയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹല്ലേലൂയ പറയാം. പഞ്ചായത്തിന് പോലും ബൈപ്പാസിനെ കുറിച്ച് ചിന്തയില്ല. ഇപ്പൊ നിങ്ങൾ അഞ്ചലി വന്ന് നോക്കുക, അഞ്ചൽ ടൗണിലേക്ക് വണ്ടി പോകത്തില്ല, നേരെ ബൈപ്പാസിൽ വന്ന് ആ കുരിശിന്റെ മുമ്പിൽ പോയി നിൽക്കും. ഞാൻ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കാര്യം കണ്ടത് ഇന്ന് ശരിയായെങ്കിൽ അതിനോടൊപ്പം ചിലത് ഞാൻ അഞ്ചലിൽ കണ്ടിട്ടുണ്ട്. അതും ശരിയാകാൻ വിശ്വസ്തനാണ് ദൈവം. ആരെങ്കിലും എന്റെ ഒപ്പം എത്തിയ ഒരു നല്ല ആമേൻ പറ. ഞാൻ വളരെ റയറായിട്ട് സ്വപ്നങ്ങൾ കാണാറുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഞാൻ സ്ഥിരമായി ഇപ്പൊ സ്വപ്നം കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകർത്തരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ സീരിയസ്ലി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്വപ്നങ്ങളുടെ ഒരു ഇംപാർട്ടേഷൻ വ്യക്തികളിൽ ഉണ്ടാകും, ദർശനങ്ങളുടെ ഒരു ഇംപാർട്ടേഷൻ വ്യക്തികളിൽ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ മടങ്ങി പോകുന്നത് ഈ രാത്രി മുതൽ അസാധാരണമായ ദർശനങ്ങൾ കാണുന്ന, സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളായിട്ട് ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി പോകാൻ പോകുന്നു. Receive your supernatural blessing. Hallelujah. Now. Yes Lord. Now. Receive it now. Amen. Shariado hoshabahaso. Rasalabahaso. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ ഒരു നല്ല ആമീൻ പറ. ഒന്ന് പറഞ്ഞേ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ ഈ ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ. ആർക്കാണോ ദൈവം വെളിപ്പെടുത്തി തരുന്നത് അവരിലൂടെയാണ് അത് ദൈവം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. We are so privileged people. We are extraordinary. നമ്മൾ സാധാരണക്കാരല്ല. സ്വപ്നങ്ങൾ കാണുന്നവർ സാധാരണക്കാരല്ല. ദർശനങ്ങൾ കാണുന്നവർ സാധാരണക്കാരല്ല. നീ ഒരു പക്ഷെ കിടക്കുന്ന വീട് സാധാരണമായിരിക്കാം, നീ താമസിക്കുന്ന ഇടം സാധാരണമായിരിക്കാം, പക്ഷെ നീ സാധാരണക്കാരനല്ല. കാരണം സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സന്ദർശനങ്ങളാണ്. എനിക്ക് കുറച്ചേരം ആരാധിക്കാനാ തോന്നുന്നത്. വ്യക്തികളിൽ ആ ശക്തി വ്യാപരിക്കട്ടെ, ആ നിറവ് വ്യാപരിക്കട്ടെ, ആ അഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ഒരു കാര്യം നടപ്പാക്കണേക്കാൾ മുമ്പ് നിന്നോട് സംസാരിച്ച മുഖാന്തരമായിരുന്നു സ്വപ്നങ്ങളെങ്കിൽ ദൈവത്തിന് എത്രത്തോളം ആ സ്വപ്നങ്ങളിലൂടെ ഭൂമിയിൽ നടപ്പാക്കേണ്ട പദ്ധതിയിൽ നിന്നെ ചേർക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചിന്തിച്ചാൽ അതിന്റെ വലിപ്പം നിനക്ക് മനസ്സിലാകും. ഭയങ്കരമാണ്, ഭയങ്കരമാണ്, ഭയങ്കരമാണ്.
We are so privileged people. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അസാധാരണമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ പകൽ നിങ്ങൾ അതിലേക്ക് കടന്നു വരണം. ഈ പകൽ അതിലേക്ക് നിങ്ങൾ കയറി വരണം. ഈ പകൽ മുതൽ നിങ്ങൾ അത് അനുഭവിക്കണം. ഈ പകൽ മുതൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. ഒന്ന് കരമുയർത്തി പറയാവോ? ഞാൻ സ്വപ്നങ്ങൾക്ക് വാല്യൂ കൊടുക്കും, ദർശനങ്ങൾക്ക് വാല്യൂ കൊടുക്കും. എന്റെ കൂടെ എത്തിയെങ്കിലും നല്ല ആമേൻ പറഞ്ഞിട്ടിരിക്കാം. നമുക്ക് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, ആകയാൽ യേശു ഒരു ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനെ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. യേശു പറയുവാ, ഞാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനത് പിതാവ് കാണിച്ചത് കണ്ടതിന് ശേഷമാണ്. ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. യോഹന്നാനിൽ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം യേശു പറയുക, ഞാൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പിതാവ് അതെന്നെ കാണിക്കും. കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, യേശുവിൻ്റെതായ ഒരു പദ്ധതി ഈ ഭൂമിയിൽ യേശു ചെയ്തില്ല. പകരം യേശു പിതാവ് എന്ത് കാണിക്കുന്നുവോ, എന്ത് തനിക്ക് മനസ്സിലാക്കി തരുന്നുവോ, അത് ഇവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വലിപ്പം മനസ്സിലാകുന്നു? സ്വർഗത്തിൽ ദൈവം എന്തെല്ലാം പിതാവ് യേശു കർത്താവിന് കാണിച്ചു കൊടുത്തുവോ, അത് ഇവിടെ പ്രാവർത്തിക മാത്രമാണ് യേശു ചെയ്തത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോഹന്നാൻ 12:49, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് ഇന്നത് സംസാരിക്കണമെന്നും ഇന്നത് പറയണമെന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സംസാരിച്ചത് മുഴുവൻ എന്തായിരുന്നു? കർത്താവ് എന്നോട് എന്ത് പറയുന്നുവോ ആ പറയുന്നതും എന്ത് കൽപ്പിക്കണമെന്ന് പറയുന്നുവോ അത് മാത്രമേ യേശു സംസാരിച്ചുള്ളൂ. സോ ബ്യൂട്ടിഫുൾ. ഭയങ്കരമാണ്. ഞാൻ ആ ഒരു വാചകം ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായ രോഗശാന്തി എന്ന് പറയുന്നത് സകലർക്കും ഉള്ളതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ പിതാവിൻ്റെ അഭിപ്രായമല്ല യേശു പറഞ്ഞത്, പിതാവ് തന്നെയാണ് യേശുവിലൂടെ സംസാരിച്ചത്. നമുക്ക് അങ്ങോട്ട് കടക്കണ്ട അല്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്യം കൂടെ എടുക്കാം. യോഹന്നാൻ 10:14-19 വാക്യം, ഞാൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും വാസ്തവത്തിൽ എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് പ്രവർത്തിക്കുന്നതാണ്. യേശു പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റുകൾ: പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു, പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നു. പിതാവ് കാണിച്ചു തരുന്ന കാര്യം മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്തത്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് യേശു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ നിങ്ങളും കൂടെ ആ വാക്യം എടുത്തേടെ. യോഹന്നാൻ 14 അതിന്റെ 12-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. മിസ്റ്ററി, ഇതൊരു രഹസ്യമാണ്. യേശു പറയുക, ഞാൻ ആരെങ്കിലും ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഉറപ്പായി ഉറപ്പായി ഉറപ്പായി. എല്ലാവരും എടുത്തിരിക്കുന്നവരെന്തോ തട്ടിയിട്ട് പറയാം, നിശ്ചയമായും ഉറപ്പായി. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന് അല്പം പോലും മാറ്റമില്ലെന്നർത്ഥം. യേശു കർത്താവ് ഏതെങ്കിലും കാര്യത്തിൽ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം. നിങ്ങൾ ആരും ആമീൻ പറഞ്ഞില്ല അതിനെ. ഒരു ഹല്ലേലൂയ പറ, ആമേൻ പറ. യേശു ആമേൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്നത് പറയുക, ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യും. യേശു ചെയ്തതുപോലെ ചെയ്യും. ഉറക്കെ പറ. ഇനി നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ വാക്യമായി കണക്ട് ചെയ്യണം. യേശു ചെയ്തതുപോലെ, ലിസൺ ടു മീ, ലിസൺ ടു മീ, ലിസൺ ടു മീ. യേശു ചെയ്തതുപോലെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ പിതാവ് യേശുവിനോട് എങ്ങനെ സംസാരിച്ചുവോ അതേപോലെ യേശുവിനോട് സംസാരിച്ച് അതിൽ നിന്ന് ഒട്ടും കുറയാതെ എന്നോട് സംസാരിച്ചാലേ യേശു ചെയ്തതുപോലെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറയുക, നോക്ക, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യും.
യേശുവിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ യേശു എങ്ങനെയാ ചെയ്തത്? പിതാവ് തനിക്ക് കാണിച്ചു തരുന്നതാ ചെയ്തത്. പിതാവ് തന്നോട് സംസാരിക്കുന്നതാ ചെയ്തത്. പിതാവ് പ്രവർത്തിച്ചുകൊണ്ടതാ പ്രവർത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ പിതാവ് യേശുവിനെ കാണിച്ചു കൊടുത്തതുപോലെ എനിക്ക് കാണിച്ചു തന്നാലേ എനിക്ക് പിതാവ് ചെയ്തതുപോലെ ചെയ്യാനായി കഴിയത്തുള്ളൂ. നിങ്ങൾ എന്താ അനങ്ങാതിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ നടക്കാൻ പോകുന്നത് എങ്ങനെയാണോ പിതാവ് യേശുവിനെ ഉപയോഗിച്ചത് അതിലൊട്ടും കുറയാതെ നിങ്ങളിൽ ചിലരെ എന്നെ നിങ്ങളെ തുള്ളിച്ചാടി ആമേൻ പറ. സഹോദരങ്ങളെ, വിഷനെന്നും സ്വപ്നങ്ങളെന്നും നിങ്ങൾ പറയുമ്പോൾ അതിനെ ആരെങ്കിലും സീരിയസ് ആയി കാണുന്നില്ല എങ്കിൽ എനിക്ക് സങ്കടത്തോടെ നിങ്ങളോട് പറയാനുണ്ട്. പിതാവ് യേശുവിലൂടെ എങ്ങനെയാണോ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് അത് ആയിരുന്നു അതിന്റെ മീഡിയ എങ്കിൽ അതേ ലെവലിൽ നിങ്ങൾ എത്തിക്കുവാൻ ദൈവം ഇടപെടുന്നതാണ് വിഷനുകള്, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഹോളിനകത്ത് മുഴുവൻ ഏഞ്ചലിക് പ്രസൻസ് കാണാം. എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ ഒരു വസ്ത്രമുണ്ട്. ചിലരുടെ കയ്യിൽ ആ വസ്ത്രം ഏൽപ്പിക്കുന്നു. എന്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു ഏഞ്ചലിന്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. അത് ചിലരെ അവൻ ഏൽപ്പിക്കുന്നു. Something going to happen today. Kabakata kabakata karabakata rakaba rakabakarana rako. അസാധാരണമായി ചിലത് ചെയ്യുവാൻ ദൈവം വെച്ചേക്കുമ്പോ നമ്മൾ പലപ്പോഴും ഈ വാക്യത്തെ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ അധികം ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കർത്താവേ എനിക്ക് വിശ്വാസം തരണം. യെസ്, എനിക്ക് വിശ്വാസം തരണം. എന്തിനാണ് എനിക്ക് വിശ്വാസം തരേണ്ടത്? അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് എന്തിനാണ് വിശ്വാസം തരേണ്ടത്? ചോദിക്കേ. യേശു എന്ത് പിതാവ് എന്തോ പറയുന്നുവോ അത് ചെയ്യുവാനുള്ള വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. ജിജോങ് ഇവിടെ നിന്നേ. ഇവൻ കണ്ണുപൊട്ടനാന്ന് വിചാരിക്കും നിങ്ങൾ ഒരു നിമിഷം. ഞാൻ കാർക്കിച്ചു തുപ്പിയിട്ട് ഇവന്റെ കണ്ണിലോട്ട് വരട്ടിയാ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കണ്ടോണ്ടിരിക്കുവോ? അത് നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇത്രയും തറയായിട്ട് ബ്രദർ എങ്ങനെ പെരുമാറുന്നു ചോദിക്കും. അങ്ങനെ ചോദിക്കത്തില്ലേ? സ്വർഗസ്വനായ എന്റെ ദൈവത്തിന് അങ്ങനെ ചെയ്യാമെങ്കിൽ അതിനേക്കാൾ തറയാകാൻ എനിക്ക് പാടൊന്നുമില്ല. When you ready to obedience walk with obedience, when you ready to walk in the obedience, then you will see the miracles following your life. Oh yes. കൈ അടിച്ചു ആമേൻ പറ. ആമേൻ. ജിജോ, വിശ്വാസം വരേണ്ടത് എന്തിനാണെന്നറിയോ? എന്നോട് പിതാവ് പറഞ്ഞു അങ്ങോട്ട് ചാടാൻ, ഞാൻ ചാടും. അത്രേ ഉള്ളൂ വിശ്വാസം. എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്നല്ല, സ്വയം ഞങ്ങൾക്ക് പ്രാപ്തിയുള്ളവരെന്നല്ല, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാപ്തി എന്ന് പറയുന്നത് അവന്റെ ദാനമാണ്. യേശു എന്നിട്ട് പറയുവാ, ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യുമെന്ന്. ഞാൻ കർത്താവിനോട് പറയാറ്, നീ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ. സ്വർഗം പറഞ്ഞ മറുപടി, എന്നെ പോലെ നീ കാണുകയും എന്നെ പോലെ നീ കേൾക്കുകയും ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് സഭയിൽ ഇന്നും പാസ്റ്റർമാരെ പുറകെ പോകുന്ന, അത്ഭുതത്തിനായി ഓടുന്ന ആളുകളുള്ളത്. സ്വപ്നം കാണുന്നതിന് വാല്യൂ ഇല്ല, ദർശനങ്ങൾ കാണുന്നതിന് വാല്യൂ ഇല്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നെ വിടുവിക്കണേ, എന്നെ പ്രാർത്ഥിക്കണേ, എന്നെ വിടുവിക്കണേ. എന്നാൽ ഒരു പ്രശ്നം എന്നാൽ കർത്താവ് എന്ത് അതിലൂടെ സംസാരിക്കുന്നു എന്ന് ചോദിക്കാൻ ആരുമില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ആ ഉത്തരം കിട്ടിയില്ല എങ്കിൽ അന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് എന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ എന്നോട് അവൻ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഉറങ്ങുന്നവരാരുമില്ല. ഞാൻ ഇന്ന് ദുബായിൽ ചെന്ന സമയത്ത് മെന്റലി അല്പം അപ്സെറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ ഉറങ്ങിയുമില്ല. രാവിലെ ചെന്നിട്ട് റൂം കിട്ടിയത് ഏകദേശം 10:30 ഉറക്കം വന്നില്ല.
ഞാൻ ആ സമയത്ത് സ്വപ്നം കാണുക. 10:30 കിടന്നു. എനിക്ക് തോന്നുന്നു 12 മണി ഒരു സ്വപ്നം കണ്ടു. 12 മണി മുതൽ 1:30 വരെ സ്വപ്നം കണ്ടു. ഞാൻ ആ സ്വപ്നങ്ങൾ 3 വിഭജിച്ചു. ആ 3 ഭാഗങ്ങളായി തിരിച്ചു നോക്കിയാൽ 3 നാളുകളിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ഒരു സിനിമയിൽ കാണിക്കുന്നത് പോലെ കർത്താവ് ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിക്കുവോ, what a loving God. എന്റെ ഒരു പടി തെറ്റരുതെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ടോ? അതിനിടയിൽ ജോൺ ദാരു ബ്രദറെ പ്രാർത്ഥിച്ചില്ല, ജോൺ ദാരു ബ്രദർ വെളിപ്പാട് പറഞ്ഞില്ല. നാണോ ഇല്ലേ നിങ്ങൾക്ക് പറയാൻ? നിങ്ങൾ പോയി കിടന്നെങ്കിൽ ഉറങ്ങുക, കർത്താവ് നിങ്ങൾക്ക് സ്വപ്നങ്ങളെ തരും. ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല, പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നിയ പോയി കിടന്ന് ഉറങ്ങുക. എന്നിട്ട് പറ, എന്നോട് സംസാരിക്കുക കർത്താവേ, എന്റെ മനസ്സ് കലങ്ങിയിരിക്കുക, ഞാൻ ഉറങ്ങുന്നത് നിന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാ. പറ, കർത്താവ് നിന്നോട് സംസാരിക്കും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? യേശു കർത്താവ് പറയുവോ, ഞാൻ ചെയ്തതിൽ അധികം അവൻ ചെയ്യും. എന്നിട്ട് കർത്താവ് അത് എങ്ങനെയാന്ന് വിശദീകരിച്ചു. Are you listening to me? Are you listening to me? യോഹന്നാൻ സുവിശേഷം 14:15 വാക്യം മുതൽ കർത്താവ് പറയുവോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കൽപ്പനകളെ അനുസരിക്കും. ആ സമയം ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് തരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അനാഥത്വം മാറും, അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. അന്ന് നിങ്ങൾ ലോകത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ എന്നിൽ ജീവിക്കും, ഞാൻ നിങ്ങളിൽ ജീവിക്കും. അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ തുടങ്ങും. ഇതെല്ലാം ഇപ്പൊ വിശദീകരിക്കാൻ കഴിയത്തില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, പരിശുദ്ധാത്മാവ് വരുമ്പോ, എല്ലാവരും പറ, പരിശുദ്ധാത്മാവ് വരുമ്പോ പിതാവ് പറയുന്നത് കേട്ടു നടക്കുന്ന വ്യക്തിയായി മാറുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങളിൽ സംഭവിക്കുന്നത്, പിതാവ് നിങ്ങളെ നേരിട്ട് നടത്താൻ തുടങ്ങും. യേശു പറഞ്ഞു, ഞാൻ മാറുക, ഞാൻ മാറുക. അതിന് പകരം എനിക്ക് പകരം ഒരാളെ ഞാൻ വിടും. ആ ആള് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഭൂമിയിൽ സക്സസ് ആകാൻ കഴിഞ്ഞത്. ആ ആള് വന്ന ദിവസം മുതലാണ് സ്വർഗം എനിക്ക് തുറന്നു കിട്ടിയത്. ആ ആള് വന്ന ദിവസമാണ് ഞാൻ നയിക്കപ്പെടാൻ തുടങ്ങിയത്. ആള് വന്ന ദിവസം മുതലാണ് പിതാവ് എന്താണോ ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ കാണിച്ചു തന്നത്. ഞാൻ ആ കാണിച്ചു തന്നത് റിപ്ലിക്ക ചെയ്യുകയാ ചെയ്തത് എന്ന് പറഞ്ഞ കാണിച്ചു തന്ന് അപ്പാടെ ഇവിടെ ചെയ്തു. അതുമാത്രമാണ് ഞാൻ ചെയ്തത്. ഇത് രണ്ടും കൂടെ നിങ്ങൾ അറിയേണ്ട എവിടെയാണെന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 2:17 കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അന്നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസ്യമാരുടെയും മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. എന്താന്ന് വല്ലതും മനസ്സിലായോ? ആത്മാവ് വരുമ്പോ അയാൾ ദൈവത്താൽ നയിക്കപ്പെടാൻ തുടങ്ങുമെന്നോ? ദൈവം നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനമുള്ള രീതിയാണ്, രഹസ്യമാണ് സ്വപ്നങ്ങൾ. ഇന്നെന്റെ നമ്മുടെ അഞ്ചൽ ചർച്ചില് ഒരു ഫാമിലി ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പത്തനംതിട്ട വന്നിട്ടുള്ളത്. ഞാൻ അതിലെ മോളെ കണ്ടപ്പോൾ, 17 വയസ്സുണ്ട് ആ മോൾക്ക്. ഞാൻ ആ മോളെ കണ്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അവള് 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ നീ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ സ്വപ്നം കണ്ടോ? കണ്ട സ്വപ്നം ഭയങ്കര രസമാണ്. ഒരു നീല നിറമുള്ള വാഹനത്തിൽ അവൾ കയറുന്നു, എന്നിട്ട് ഒരു എക്സിബിഷനിൽ അവൾ ചെല്ലുന്നു. ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ കണ്ടോ? അവള് പറഞ്ഞു, ശരിയാ, ഞാനൊരു നീല നിറത്തുള്ള കാർ ബസ്സിൽ കയറി എന്നിട്ട് എക്സിബിഷനിൽ ചെന്നു. അവിടെ ഭയങ്കര തിരക്ക്. ഞാൻ പറഞ്ഞു, ആ തിരക്കുള്ള 5-6 കടകളിൽ നിന്ന് ഒരു അവസാനത്തെ കടയിൽ ചെന്നപ്പോൾ നിനക്ക് എക്സിബിഷനിൽ നിന്ന് ചില സാധനങ്ങൾ തന്നു. അവൾ പറഞ്ഞു, ശരിയാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ആ എക്സിബിഷൻ നടക്കാൻ പോവാ, നിനക്കൊരു ജോലി കിട്ടാൻ പോവാന്ന് പറഞ്ഞു. ഹിന്ദുവാ, ദൈവത്തെ അറിയത്തില്ല, പക്ഷെ അവളോട് കർത്താവ് സംസാരിച്ചോണ്ടിരിക്കുവോ. സ്വപ്നം എന്താന്ന് മനസ്സിലായാലല്ലേ സംസാരിക്കുന്നത് എന്താന്ന് പിടികിട്ടത്തുള്ളൂ.
അവൾക്ക് മനസ്സിലാകാത്തോണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ അടുക്ക് വിട്ടിട്ട് പറഞ്ഞു, മോനെ ചെന്ന് പറയടാ, അവൾ കണ്ട സ്വപ്നം ഇതാണ്, ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഇതാണ്. Are you following me? Yes. ദൈവം നിങ്ങളോട് നേരിട്ട് ഇടപെടുന്ന ഏറ്റവും പ്രധാനമായ ശക്തിയാണ് ദർശനങ്ങളും, അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ദർശനത്തിൻ്റെ അടുത്ത ഭാഗമാണ്. കാണുന്നത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം, കണ്ടത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം, ആത്മാവ് പ്രേരിപ്പിക്കുന്നത് വിളിച്ചു പറയുന്നതാണ് പ്രവചനം. എല്ലാം കാണുന്നതിന് തുല്യമാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത മാറരുത്, ദൈവം സംസാരിക്കുന്ന. ചില ആളുകൾ വിചാരിക്കുന്ന നാക്കെടുത്ത് ദൈവം അങ്ങ് സംസാരിക്കുക. നോ. നിങ്ങൾ ചിലത് കാണുന്നത് പറയുന്നു, ചിലത് കേൾക്കുന്നത് പറയുന്നു, ചില ഇൻസ്പിറേഷനുകൾ പറയുന്നു. അതാണ് പ്രവചനം. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് പ്രവചനം എന്ന് പേരിട്ടു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് അന്ത്യകാലം. അന്ത്യകാലത്തിന്റെ പ്രത്യേകത സകല ജഡവും അത് കാണും. എങ്കിലും കര ഉയർത്തി എന്ന് പറഞ്ഞ് ഞാനത് കാണും. ഓ, ഐ എം സോ എക്സൈറ്റഡ് കേട്ടോ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ 5000-ഓളം പുരുഷന്മാർ നിൽക്കുക. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന് 5 വാക്യങ്ങൾ. യേശു പുരുഷാരത്തെ കണ്ട ഉടനെ ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്? അവിടെ എഴുതിയിരിക്കുക, യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ പിതാവ് അവന് കാണിച്ചു കൊടുത്തു. അപ്പം വർദ്ധിക്കുന്നതും അപ്പത്തിലൂടെ സംഭവിക്കാൻ പോകുന്നതും അവിടെ നടക്കാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷനും യേശുവിനെ കാണിച്ചു കൊടുത്തു. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് തനിക്കറിയാമായിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു കയ്യിലൊന്നുമില്ല. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ കുറച്ച് അപ്പമുണ്ട്, കുറച്ച് മീനുണ്ട്. എന്ത് വിട്ടിത്തരമാ അന്ത്രയോസ് പറയുന്നേ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രേരണയുണ്ടായി ബ്രദറെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, എനിക്ക് അങ്ങനെ ഒരു പ്രേരണയുണ്ടായി. ഈ വിട്ടിത്തരം പറയാൻ ഒരു പ്രേരണ. ആ വിഡ്ഢിത്തരം പറയാൻ അന്ത്രയോസ് എന്നപ്പോ പറഞ്ഞു, ഈ വിഡ്ഢിയെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ പൊട്ടനെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ, ഈ വിഡ്ഢിയെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ. അടുത്ത് നിങ്ങൾക്ക് കേൾക്കാവോ? അപ്പം കയ്യിൽ കിട്ടികൾ ആ നിമിഷം കർത്താവ് പറഞ്ഞു, ആളുകളെ പന്തിയായി ഇരുത്താൻ പറഞ്ഞു. തൻ്റെ കൈകളിലുള്ളത് വർദ്ധിക്കുന്നത് എങ്ങനെയാണ് എന്ന് യേശുവിനറിയാമായിരുന്നു. ദൂത് സഭയോടാ, നിങ്ങളുടെ കൈകളിലുള്ളത് എങ്ങനെയാണ് 5000-ആയി വർദ്ധിക്കാൻ പോകുന്നതെന്ന് സ്വർഗത്തിന് അറിയാമായിരുന്നു. സഭയോടുള്ള ദൂത് 5 എന്നുള്ളത് 5000-ആയി വർദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് സഭയോട് കർത്താവിന് അറിയാമായിരുന്നു. Come on. ഞാൻ ചിലരോടൊരു ദൂത് പറയട്ടെ. നിങ്ങൾ പറയുന്നില്ലേ, ഇത്രയും കാര്യം എങ്ങനെ സാധിക്കും? എൻ്റെ മോളെ പഠിപ്പിക്കും, എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കും, അല്ല മോളുടെ കല്യാണം നടത്തും, വീട് എങ്ങനെ വെക്കും? 5 എങ്ങനെ വർദ്ധിക്കാൻ പോകുന്നു എന്ന് അറിയാൻ തുടങ്ങുന്നതാണ് സക്സസിന്റെ രഹസ്യം. നിന്റെ കൈകളിൽ അത്ഭുതം ഉണ്ട് എന്ന് അറിയാത്തതാ അടുത്ത പ്രയാസം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, നിന്റെ കയ്യിൽ എന്തില്ലെന്ന്? അന്ത്രയോ ഫിലിപ്പോസിനെ തങ്ങളുടെ കൈകളിലുള്ള അത്ഭുതത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശുവിനെ തങ്ങളുടെ കൈകളിലുള്ള അത്ഭുതത്തെ കാണാൻ കഴിഞ്ഞതാണ് അപ്പത്തെ വർദ്ധിപ്പിക്കാനുള്ള രഹസ്യം. ഞാൻ ചിലരെ നോക്കിയൊരു ദൂത് പറയട്ടെ. ഒരിക്കലും ഇത് വർദ്ധിച്ച് ഞാൻ ഉയരത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്തു നിന്ന് നിങ്ങൾ ഉയരാൻ പോകുന്നു. ആരാധിക്കുന്നവർ ആരാധിച്ചു. ഇത് ഒരിക്കലും എന്നെ രക്ഷിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്തു നിന്ന് നിങ്ങൾ ഉയർന്ന് മാനിക്കപ്പെടാൻ പോകുന്നു. അടുത്ത ദൂതും കൂടെ കേട്ടോ. ഇതൊരിക്കലും എനിക്ക് തികയത്തില്ലെന്ന് പറയുന്നിടത്ത് 12 കൊട്ട നിറച്ചെടുക്കുന്ന വിധത്തിൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടുത്ത ദൂതും കൂടെ കേട്ടോ. തിന്ന് ശേഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു വലിയ സമൃദ്ധി ഒഴുകാൻ പോകുന്നു. തിന്ന് ശേഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു സമൃദ്ധി നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൈകളിലുള്ളത് വർദ്ധിപ്പിച്ചേട്ടാ. തിന്ന് ശേഷിപ്പിച്ചാലും തീരാത്ത വിധത്തിൽ അവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. This is your season.
This is your season. This is your season. This is your time. Kaskalbara no koskorokoba. Rise pirana katolo. Rise kela karako. Yes. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചേ. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ. ഹല്ലേലൂയ. യതികാല കോതോറോനിന. Yes. രതികാല മറനോ കൊറുന. രതികാല മറനോ കൊറുന. Oh, something is going on. Yes. നിങ്ങൾ ഈ ഹോളിനകത്ത് നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക ഒരു ജനസാഗരം ഒഴുകുന്നു. ഒരു ജനസാഗരം ഒഴുകുന്നു. നിങ്ങൾ എഴുതി വെച്ചോണം, ഇന്ന് രാത്രി മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ ഫ്യൂച്ചർ ഓരോന്നും നിങ്ങളുടെ കൈകളിൽ എഴുതി തരും കർത്താവ്. അവിടെയാണ് അത്ഭുതങ്ങൾ വരാൻ പോകുന്നത്. അവിടെയാണ് സൂപ്പർ നാച്ചുറൽ വരാൻ പോകുന്നത്. ജീനായന്തല്ലോ കോസലമാനായന്തോ ജിനായന്തല്ലോ കോസലയാന്തല്ലോ രാധലയാന്തല്ലോ ഹൊറായന്തല്ലോ കോ. നിങ്ങളുടെ കൈകളിലൂടെ അസാധ്യമെന്നത് സാധ്യമാകണമെങ്കിൽ ജോൺ ഡാരി ബ്രദറിന്റെ പ്രാർത്ഥനയല്ല, പിതാവ് അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ അറിയണ്ടേ. ഒന്നുകൂടെ പറയാ, യേശു പ്രാർത്ഥിക്കുന്നേക്കാൾ മുമ്പ് പിതാവ് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ ദൈവം ഇതാ ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വല്ല പാടുകൊണ്ടോ? ഇവിടുന്ന് ചാടിയ കർത്താവ് എന്നെ പിടിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഞാൻ ചാടുക, എനിക്ക് വല്ല പേടിയുണ്ടോ? നിങ്ങളെന്നൊന്നും മിണ്ടാത്തെ? ഒരു നല്ല ആമീൻ പറ. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു കൊച്ചു പട്ടിക്കുട്ടിയുണ്ട്. നിങ്ങൾ അവിടെ വീട്ടിൽ അതിനെ എല്ലാവർക്കും എല്ലാവരും എടുക്കും. വരുന്നവരെല്ലാം അതിനെ എടുത്തുകൊണ്ട് കൊടുക്കില്ല പരിപാടി. പക്ഷെ ഞാനോ അന്നമോളോ ഒഴികെ അവളെ മടിയിൽ മലർത്തി കിടത്താൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ഞങ്ങളുടെ കയ്യിൽ കൊച്ചുങ്ങൾ കിടക്കണ പോലെ കിടക്കും. അത് നേരെ കമന്നും കിടക്കും, മലർന്നും കിടക്കും. ഞങ്ങളല്ല വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴേ ചെരിക്കാൻ പോലും ഒക്കത്തില്ല, അത് ചാടിക്കളയും. അതിനെന്നെ അത്ര ധൈര്യം എന്നുള്ളത്. എങ്ങനെ മലർത്തി പിടിച്ചാലും കമിഴ്ത്തി പിടിച്ചാലും പിടിക്കുന്ന ഞങ്ങളുടെ യജമാനനാണെന്നുള്ള ഉറപ്പ് അതിനുണ്ട്. അതിനെ തറയിടത്തില്ലെന്ന് അറിയാം. അതിനെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. അസാധാരണമായത് നിങ്ങൾ കാണാൻ പോകുന്നു. ഞാൻ ഈ ദൂത് പറയാണെന്ന് വിചാരിക്കരുത്. എന്നാൽ ഞാനൊരു സത്യമാണ് പറയുന്ന ദൂതാ പറയുന്നത്. നിങ്ങളോട് അറിയിക്കാതെ ദൈവം നിന്നോട് വീട്ടിൽ ഒന്നും ഇനി ചെയ്യത്തില്ല. ആ ദൂത് ഏറ്റെടുക്കുന്ന ഒരു ആമേൻ പറ. സഭയോട്, സഭയുടെ നേതൃത്വങ്ങളോട്, അപ്പന്മാരോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ അറിയിക്കാതെ നിന്റെ വീട്ടിൽ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. റിസീവ് ചെയ്യുന്നവർക്ക് റിസീവ് ചെയ്യാം. നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും വന്ന് പറയണം കേട്ടോ. നിങ്ങൾക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ പറയണം. രോഗസൗഖ്യം മാത്രം പറഞ്ഞാൽ പോരാ, അത്ഭുതങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങൾ പറയണം. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും വീട് ഏഞ്ചലിക് വിസിറ്റേഷൻ കാണാം, അത്ഭുതങ്ങൾ കാണാം. സൂപ്പർ നാച്ചുറൽ ഗോയിങ് ടു ബി നാച്ചുറൽ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമീർദ്രെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം. മോശയോട് ചോദിക്കാം, മോശെ എന്താ നീ പറയുന്നത്? മോശ പറയും, നാളെ നേരം വെളുക്കുമ്പോ അല്ലെങ്കിൽ മന്ന എന്ന് പറയുന്ന ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ഭക്ഷണം മഴ പോലെ പെയ്യാൻ പോവുക. എന്താ മോശ നിനക്ക് പറയാനുള്ളത്? മോശ പറയും, ഞാനൊരു ശബ്ദം കേട്ടു, കർത്താവ് പറഞ്ഞു ആകാശത്തുനിന്ന് മഴ പോലെ ഭക്ഷണം വീഴും. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? എന്റെ വിശ്വാസം പറയട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? മോശ അത് പറയുമ്പോൾ മോശ ഒരു വെളിപ്പാട് കണ്ടു കാണും. സ്വർഗത്തിലെ കിച്ചൺ കണ്ടു കാണും. കഷ്ണം കഷ്ണമായി ഒരുക്കുന്ന വിത്തുകൾ പോലുള്ള ഒരു സാധനം കണ്ടു കാണും. അത് മഞ്ഞിൽ പാക്ക് ചെയ്ത് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടു കാണും. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ്, കാണുന്നത് പറയാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്ന് പറ. പക്ഷെ കാണുന്നത് പറയാൻ നമ്മുടെ ഉള്ളിൽ ആ കാണുന്നത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള സംശയം തരുന്നത് അഭിഷാന്റെ പരിപാടി.
നീ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. Amen. നീ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. Amen. ഓ, നിങ്ങൾ അവിടെ നിൽക്കുന്ന എങ്ങനെ? ഒരു ഹല്ലേലൂയ പറ. Hallelujah. നീ സ്വപ്നം കണ്ട് നിങ്ങളുടെ കൈ തരാൻ പോകുന്നു. അസാധാരണമായത്, Yes. അസാധാരണമായത്, Yes. അസാധാരണമായത്. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ ദൈവത്തിൽ നിന്ന്, ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചു കേട്ടോണം, ദൈവത്തിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയ സ്വർഗീയമായത് ഭൗമിക പ്രതലത്തിൽ നിങ്ങൾ കഴിക്കാൻ തുടങ്ങും. Amen. ഒന്നും കൂടെ ഞാൻ പറയാം. സ്വർഗത്തിലെ ഭക്ഷണം ഈ ഭൂമിയിൽ നിങ്ങൾ കഴിക്കാൻ തുടങ്ങും. Amen. ഇത് നമ്മുടെ തലയിൽ പോലും കയറുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മനസ്സിലായത് പോലും ഇല്ല. ആകാശത്ത് നിന്ന് എന്തോ വീണെന്ന് അവർക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കും നിങ്ങൾക്കും മനസ്സിലായി, പിതാവ് അവിടെ കഴിക്കുന്നത് നിനക്ക് ഇവിടെ തരുവോ. വിഷനുകൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിലാകുന്നതാണ്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതാണ്. വിഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നതാണ്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എന്ന് പറയും സ്വർഗത്തിലുള്ളത് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നതാണ്. സ്വർഗത്തിലെ പരിപാടിയായിരുന്നു 7 വർഷം സമൃദ്ധിയുടെ, 7 വർഷം ദാരിദ്ര്യത്തിന്റെ. ഞാൻ നിങ്ങളോട് പറയാം, 2007 മുമ്പ് 7 വീടുള്ളവൻ 10 വീടാക്കിക്കണം, 10 വീടുള്ളവൻ 20 വീടാക്കിക്കണം, ഒരു എസ്റ്റേറ്റ് ഉള്ളവൻ 2 എസ്റ്റേറ്റ് ആക്കിക്കണം, 2 എസ്റ്റേറ്റ് ഉള്ളവൻ 10 എസ്റ്റേറ്റ് മേടിച്ചോണം. കാരണം ദൈവം നിങ്ങളുടെ കയ്യിൽ ഈ ദിവസങ്ങളിൽ തരുവത്. ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രാത്രികൾ വരുന്നു. അതിനേക്കാൾ മുമ്പ് ചിലതിനെ സ്വന്തമാക്കുന്നവർക്കായി സ്തോത്രം, ചിലതിനെ കൈവശമാക്കുന്നവർക്കായി സ്തോത്രം. ചിലരുടെ കൈകളിൽ നന്മകൾ കൊണ്ട് നിറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ അനുഭവിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതാണ്. ദർശനങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ, സ്വർഗത്തിലുള്ളത് ഈ ഭൂമിയിൽ ഭക്ഷിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ സ്വപ്നങ്ങളുടെ അടുത്തൊരു ഗ്രേഡ് ഉണ്ട്, ദർശനങ്ങളുടെ അടുത്തൊരു ഗ്രേഡ് ഉണ്ട്. അതൊന്ന് തൊട്ടിട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പത്രോസ് ഇതാ ഒരു സ്വപ്നം കാണുകയോ ദർശനം കാണുകയോ. ശ്രദ്ധിച്ചു കേട്ടോണേ, റിസീവ് ചെയ്തോണേ. അസാധാരണമായി എന്തോ നടക്കാൻ പോവാ. എത്ര പേർ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പത്രോസ് ഒരു ദർശനം കാണുക. ദർശനം കണ്ട് കഴിയുന്നേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുകയാ. ചില സ്വപ്നങ്ങൾ, ദർശനങ്ങൾ നാളുകൾ കഴിഞ്ഞാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ചർച്ചിൽ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു. നിങ്ങൾ ദർശനം കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. Be serious. പത്രോസ് ഒരു ദർശനം കണ്ടു, ആത്മവിവശതയിൽ കാണുകയാ. ആ ദർശനം കണ്ടു കഴിഞ്ഞില്ല, ഇതാ വാതിക്കൽ വന്ന് ആരോ മുട്ടുന്നു. മുട്ടിയ ഉടനെ പത്രോസിനോട് കൂടെ നിൽക്കുന്ന ദൈവാത്മാവ് പറയുക, പത്രോസേ എഴുന്നേറ്റ് പോയിക്കോ, ആളുകൾ നിന്നെ അന്വേഷിച്ചു വന്നിട്ടുള്ളതാണ്. എനിക്കങ്ങ് ദൂത് പറഞ്ഞോളാം വയ്യ. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട് വീടുകളിലേക്ക് പോകാൻ പോകുന്നു. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട്, എന്റെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് എടുക്കണമെങ്കിൽ എടുത്തോ, രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുന്നു. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട്, കൂടുണ്ടോ കൂടുണ്ടോ, ഒരു നല്ല ഹല്ലേലൂയ പറ. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട് ഒരു വലിയ സമൂഹത്തെ ഉളവാക്കാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട് ഒരു കൂട്ടായ്മകൾ തുടങ്ങാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട് ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട്, ഓ ഭയങ്കര പോലെ. ഈ ട്രാൻസ്ഫർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദർശനം കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുകയാണ്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും ദർശനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷമായി യാഥാർത്ഥ്യമാകുന്നേ. എന്നാൽ ഈ സീസണിന്റെ പ്രത്യേകത, ഞാൻ ഇന്ന് പ്രസംഗിക്കേണ്ടത് അന്ത്യകാലത്ത് അഭിഷേകം വരും. അഭിഷേകം വന്നാൽ ന്യൂ ഇയറിന് പ്രസംഗിക്കേണ്ട മെസ്സേജാണ് പ്രസംഗിക്കേണ്ടത്. അത് തുടരണം. ഞാൻ അഗ്നിനാവുകൾ
നിങ്ങൾ അഗ്നി നാവുകളായി തീരും. ഇതാണ് പറയേണ്ടത്. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അതിന്റെ അർത്ഥം അതിനേക്കാൾ മുമ്പ് ദൈവത്തിന് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ടോ? ഞാൻ ഇതിന് ചിന്തിക്കുവോ? ഞാൻ അഗ്നി നാവുകളാകും എന്ന് പറയുമ്പോ നിങ്ങൾ ആകാൻ പോവോ? സംശയം. നിങ്ങൾ പലരും ആയിക്കഴിഞ്ഞു. സ്വർഗ്ഗനോട് പറഞ്ഞു, ഞാൻ ഇനി ദർശനങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോ ആ ദർശനങ്ങൾ അകത്തേക്ക് ചെന്ന് കയറുമ്പോഴേ അവർ തീ കത്താൻ തുടങ്ങും. സ്വപ്നങ്ങൾ കാണുമ്പോ നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും, രാത്രി എഴുന്നേക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും, പകലിരിക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ 10 മണി മുതൽ ഒരു 11:30 വരെയുള്ള അന്യഭാഷ പ്രാർത്ഥനയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ? സാധിക്കുന്നവർ ജോയിൻ ചെയ്താട്ടെ. ആ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെളിപ്പാട് കാണാം. ഞാനൊരു കൗൺസിൽ, സ്വർഗത്തിൻ്റെ ഒരു കൗൺസിലുണ്ട് മുകളിൽ. ഞാൻ ആ കൗൺസിലിൽ പലപ്പോഴും പോയിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ കണ്ടത് ആ കൗൺസിലിൽ നിന്ന് ഒരാൾ എൻ്റെ അടുക്കൽ നിൽക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്. എഴുതിയത് ഞാൻ വായിച്ചില്ല. പിന്നീട് ഞാനത് പ്രാർത്ഥിക്കാൻ പോയിരുന്നതും ഇല്ല. അത് എന്താണെന്ന് വായിക്കേണ്ട ആവശ്യമാണ് താനും. സാധാരണഗതിയിൽ ആ കൗൺസിലിലെ ഒരു പേപ്പർ നമ്മുടെ കൈ തരുമ്പോൾ ആ കൊണ്ടുവന്ന ഏഞ്ചലോ ആ കൊണ്ടുവരുന്ന സമയത്തോ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു തരും. സാധാരണഗതിയിൽ അത് കൊണ്ടുവരുന്ന ഏഞ്ചലിനോട് ചോദിച്ചാൽ മതി എന്താ എഴുതിയിരിക്കുന്നത്, അത് വ്യാഖ്യാനിച്ചു തരും. നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാനത് വായിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ അതിൻ്റെ അടിയിൽ ഒരു സൈൻ ഇടാൻ പറയുന്ന പോലെ തോന്നി. ഞാൻ അതിൻ്റെ സൈൻ ഇട്ടു. ആ നിമിഷത്തിൽ ആ പേപ്പർ കത്തുന്നത് ഞാൻ കണ്ടു. ആ പേപ്പർ പിന്നീട് കൗൺസിലിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് കണ്ടു. ഞാൻ ആ കൗൺസിലിൽ ഞാൻ ആ പേപ്പറുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, ഞാനും തീയാകുന്നത് കണ്ടു. എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷേ എഴുതിയിരിക്കുന്നത് ഇതുവരെ വായിച്ചില്ല ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് സ്വർഗീയ കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനം എനിക്ക് ഓർമ്മ വരുമോ? നിങ്ങളിൽ ചിലരെ ഇതേപോലെ സ്വർഗീയ കൗൺസിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ? സംതിങ് ഈസ് ഗോയിങ് ഓൺ. ആരാധിക്കേ. Something is going on. Thank you, Master. ചിലരെ സ്വർഗീയ ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. Amen. Hallelujah. ബഴനാരാ സലാരാരാരാബ ശരാരാരാരാ ഖസലാരാരാബ റഥലാരാരാരാ ബറഖറഖറബ. സഹോദരങ്ങളെ, നിങ്ങളെ മണ്ടരെന്നും വിഡ്ഢിയെന്നും ലോകം വിളിച്ചെന്ന് വരാം. പക്ഷെ നിങ്ങൾ അസാധാരണമായ അനുഭവങ്ങളിലേക്ക് വരുമോ? Amen. നിങ്ങൾ അറിയേണ്ടതേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, ബൈബിൾ വായിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം കുരുത്തം കേട്ടതുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രശ്നക്കാരുണ്ടെങ്കിൽ, ദൈവം എന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ ചങ്കുറ്റത്തോടെ എഴുന്നേക്കണം. നിങ്ങളുടെ ചുറ്റുപാട് ഇന്നത് നടക്കാൻ പോകുന്നത് പറയണം. തിരുവനന്തപുരത്ത് ഇന്നത് നടക്കാൻ പോകുന്നത് പറയണം. ഞാൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ പറഞ്ഞൊരു ചിപ്പ് ഘടിപ്പിക്കുമെന്ന് പറഞ്ഞതാണ് ഈ ന്യൂ ഇയറിന്. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഏറ്റവും വലിയ ആലോചനയാണ്. ഈ ജനുവരി കഴിഞ്ഞൊക്കെ മുമ്പ് യാഥാർത്ഥ്യമായത്. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാസ്പോർട്ടുകൾ ക്യാൻസൽ ആകും. അത് കർത്താവിന്റെ വരവിന്റെ തൊട്ടു മുമ്പിലുള്ള സൈനാണ്. പറയുമ്പോ തന്നെ ഒരു പേടി വരുന്നുണ്ട്. Something is coming closer. നമ്മൾ ഈ സമയത്തല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നേ? എപ്പോഴാ വെളിപ്പാട് കാണുന്നേ? എപ്പോഴാ ദർശനം കാണുന്നേ? എപ്പോഴാ സ്വപ്നം കാണുന്നേ? Get ready. Receive. Hallelujah. The power of the Holy Spirit. Yes. സ്വപ്നങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെടാൻ പോകുന്നു. ഞാൻ പറയുന്ന ദൂത് നിങ്ങൾ മറന്നു പോകരുത്. ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങളൊരു പൈസയെ കുറിച്ചോ നിന്റെ വിടുതലിനെ കുറിച്ചോ കാണുന്ന തീരുന്നതിന് മുമ്പ് അത് വെളിപ്പെട്ടു വരാൻ പോകുന്നു. അതാണ് ഇനിയുള്ള സീസൺ. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാന് ചില ആളുകളോട് വെളിപ്പാട് പറയുമായിരുന്നു. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗങ്ങൾ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഇനി വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കയ്യിൽ സമ്പത്തുണ്ടാകും. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും.
വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ വീട്ടിൽ ദൈവിക വഴികൾ തുറക്കും. എന്നെ ചോദിക്കുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചലിലുള്ള പ്രസാദ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിലെ ലീഡർ വിളിച്ചു. ഇന്ന് അദ്ദേഹം അഞ്ചലിൽ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം വിളിച്ചതാ മറ്റൊന്നിനുമല്ല, തന്നെ കൊറോണയ്ക്ക് മുമ്പ് തനിക്കുണ്ടായിരുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ അയച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഒരു വഴിയുമില്ല, വീടെല്ലാം വിറ്റ് വെക്കത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, വീടൊന്നും വിൽക്കണ്ട, ആ വീട് വിൽക്കുന്നതിന് പകരം സമ്പത്ത് ഉണ്ടാകാൻ പോവുക. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ അതിനുള്ള വഴികൾ തുറക്കണം. കർത്താവിനോട് പറഞ്ഞു, വിതിൻ പ്രാർത്ഥിച്ച് തീർന്നേക്കാൻ മുമ്പ് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എന്നെ കേൾപ്പിച്ച ശബ്ദത്തെ കുറിച്ച് മാറ്റിയാ പറഞ്ഞ്, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. ഞാൻ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരാൾ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആള് 5-6 കൊല്ലമായിട്ട് വിളിക്കാത്ത ആള് ഫോൺ കട്ട് ചെയ്തിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ വിളിക്കുകയാണ്, പ്രസാദ് എനിക്ക് നിനക്ക് വീണ്ടും തരണമെന്ന് തോന്നുന്നു, നാളെ മുതൽ തരാം. ഇത് ഞാൻ ചുമ്മാ പറയല്ല, ഇന്ന് അയാൾ സാക്ഷ്യം പറഞ്ഞു. ആ സെക്കൻഡിൽ പ്രസാദിനെ വിളിച്ചു, ബ്രദറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞേ ഉള്ളൂ, 6-7 വർഷമായിട്ട് അയാൾ വിളിക്കാത്ത അയാൾ ഫോൺ വിളിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഇതൊരു സാധാരണ കാര്യമായിരിക്കും, ഇനി ഇത് സാധാരണ കാര്യമായിരിക്കും. നമ്മുടെ ചർച്ചിൽ കേൾക്കാൻ വന്ന സാക്ഷ്യങ്ങൾ ഇത് സാധാരണമായിരിക്കും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഓ അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഒന്ന് തുള്ളിച്ചാടി. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഒരിക്കൽ കൂടെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അടുത്തിരിക്കുന്നവരുടെ കൈ എടുത്തിട്ട് പറ, നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം, എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം. ഒരിക്കൽ കൂടെ. എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം, എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണം. എന്റെയും നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സാധാരണമാകുകയാണ്. നീ കണ്ട ദർശനങ്ങൾ വിരലിൽ എണ്ണാവുന്ന സെക്കൻഡുകൾക്ക് യാഥാർത്ഥ്യമാകും. നിന്റെ കടം തീരുന്നത് യാഥാർത്ഥ്യമാകും. നിനക്കൊരു കൊച്ചുണ്ടാകുന്നത് യാഥാർത്ഥ്യമാകും. വിവാഹം യാഥാർത്ഥ്യമാകും. നോക്ക, ഇവിടെ പത്രോസ് ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ ചെന്നിറങ്ങി. ആ ദൂതൻ ചെന്ന് വിസിറ്റ് ചെയ്യുകയാ. ശ്രദ്ധിച്ചു കേട്ടോണോ ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കാൻ പോവാ കേട്ടോ. വർഷങ്ങളായി പ്രസംഗിക്കുന്നത് ഇത്രയും ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്ന കർത്താവിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ടോ? കൊർന്നല്യോസ് ഒരു ദർശനം കാണുക. ആ ദർശനത്തിൽ കൊർന്നല്യോസിനെ വേദപുസ്തകം പറയുന്നത് ദൂതൻ വിളിച്ചു, കൊർന്നല്യോസേ എന്ന് വിളിച്ചു. സ്വപ്നങ്ങളിൽ, ദർശനങ്ങളിൽ നിന്റെ പേര് ദൈവം വിളിക്കാൻ പോകും. എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യ സോളിക്ക് ദൈവം കൊടുത്തൊരു അനുഭവം അവൾ എന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 മണിയാവുമ്പോൾ സോളി സോളി എന്ന് 3 പ്രാവശ്യം ആരോ ഒരാൾ വന്ന് വിളിക്കും. അവൾ എഴുന്നേറ്റിരിക്കും, അവളിരുന്ന് പ്രാർത്ഥിക്കും. അവൾക്ക് ആരാ വിളിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ആദ്യകാലങ്ങളിലെ. വിശ്വാസത്തിൽ വന്നപ്പോഴാ ബോധം വന്നേ, ആ തോന്നലല്ലായിരുന്നു, കർത്താവ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിരുന്നു. നിന്നെ സോളി സോളി എന്ന് വിളിച്ചതുപോലെ നിന്നെയും കർത്താവ് വിളിക്കുന്നത് കേൾക്കാൻ പോവാ. ഇന്ന് ചിലർ അനുഭവിക്കുമെന്ന്, ഈ പകൽ ചിലർ അനുഭവിക്കും, ഈ ആഴ്ചകളിൽ ചിലർ അനുഭവിക്കും. ഓ ലല്ലാ 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 എന്നൊന്ന് ശ്രദ്ധിക്കാമോ? കൊർന്നല്യോസ് സ്വപ്നം കാണുകയാ. അതിനകത്ത് കൊർന്നല്യോസ് കർത്താവിന്റെ ശബ്ദം കേൾക്കുക, കൊർന്നല്യോസിന്റെ പേര് വിളിക്കുക. എന്നിട്ട് ദൈവം അവനൊരു അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ, നീ അഡ്രസ്സുകൾ കേൾക്കാൻ പോവാ.
ഇന്ന പേരിലെ, ഇന്ന അഡ്രസ്സിലെ, ഇന്ന ആളുടെ പേരിലെ ഇന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യാൻ പോകുന്ന കേൾക്കാൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പേരറിയുന്നവനാ ദൈവം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എനിക്കൊരു എൻകൗണ്ടർ തന്നത്, ഇവിടെ വരുന്ന സകലരുടെയും പേര് അവൻ അറിയാം. എങ്കിൽ എനിക്കെന്തുകൊണ്ട് അറിഞ്ഞുകൂടാ പേര്? എനിക്കെന്തുകൊണ്ട് ആ പേര് മനസ്സിലായിക്കൂടാ? അവനറിയാമെങ്കിൽ എനിക്കറിഞ്ഞൂടെ? നിങ്ങളുടെ ആമീനൊക്കെ പോയോ? അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ അതിന്റെ അർത്ഥം കർത്താവ് ആ മേഖലയിലേക്ക് ശുശ്രൂഷയെ കർത്താവ് കൊണ്ടുപോകുന്നു എന്നാണ്. ചേർന്ന് കൈയടിച്ചു ആമീൻ പറ. നിങ്ങളും ഞാനും ചിലരുടെ അഡ്രസ്സുകൾ കേൾക്കാൻ പോവാ, അവരുടെ പേരുകൾ കേൾക്കാൻ പോവാ. ആ മേഖലയിൽ ഒരു ശുശ്രൂഷ എഴുന്നേക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെട്ടു വരുന്നതാണ്. ദർശനങ്ങൾ കണ്ടുവരുന്നതിനേക്കാൾ തീരുന്നതിനേക്കാൾ മുമ്പ് അത് മാനിഫെസ്റ്റഡ് ആകും. ഈ സീസൺ അങ്ങനെയാണ്. ഞാൻ പണ്ടൊരു വെളിപ്പാട് പറയുവാണ്, ചിപ്പ് അങ്ങോട്ട് പിടിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വർഷം അവസാനം നടക്കത്തുള്ളായിരുന്നു. സീരിയസ്ലി. പക്ഷെ പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുമോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. Receive it, receive it, receive it. അടുത്തിരിക്കുന്നവരോട് ഒന്നും കൂടെ പറ, പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. കൊർന്നല്യോസോട് ചോദിക്കാൻ, കൊർന്നല്യോസ് നീ എന്ത് ചെയ്തു? 2 പട്ടാളക്കാരെ വിളിച്ചു, കൂടെ നിൽക്കുന്ന 2 പട്ടാളക്കാരെ വിളിച്ചു. പറ, കൂടെ നിൽക്കുന്ന 2 പട്ടാളക്കാരെ വിളിച്ചു, എന്നിട്ട് അഡ്രസ് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് കൂടെ ഒരു പ്രാർത്ഥിക്കുന്നതിനെ കൂടെ വിട്ടു. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് പറ, 2 പട്ടാളക്കാരും ഒരു പ്രാർത്ഥിക്കുന്നവനും. പറ, പുള്ളിക്കറിയാം പട്ടാളക്കാരെ വിവരമുള്ളവരാ, പക്ഷേ സ്ഥലത്ത് എല്ലാം എളുപ്പം പ്രാർത്ഥിക്കുന്നവനെ കൂടെ വിടുന്നതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. ഒന്നും കൂടെ പറയാം, 2 പട്ടാളക്കാരെ വിട്ടാ പോരെ. പക്ഷെ കൊർന്നല്യോസിന് അറിയാം പട്ടാളക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇതുവരെ അഡ്രസ് വെളിപ്പെട്ടില്ല. പക്ഷെ കർത്താവ് വെളിപ്പെട്ടപ്പോഴാ അഡ്രസ് വെളിപ്പെട്ടെ. അതുകൊണ്ട് പട്ടാളക്കാരുടെ കൂടെ ഒരു പ്രാർത്ഥിക്കുന്നവനും കൂടെ പോട്ടെ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എന്റെ ആശയം വല്ലതും മനസ്സിലാക്കുന്നു? വിജാതികളായ അറിവില്ലാത്ത ആളുകളുടെ നടുവിൽ പ്രാർത്ഥനക്കാരെ ഷെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സീസൺ വരുന്നു. വിജാതീയരായ ആള് പ്രാർത്ഥിക്കുന്ന ആള് പറയും ഇന്ന വഴിയാണ്, ഇങ്ങോട്ടാണ്, അങ്ങോട്ടാന്ന് പറയുന്ന ഗൂഗിൾ മാപ്പിനേക്കാൾ നന്നായിട്ട് ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ തമാശ ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ആളുകൾ പറയും വീട്ടിത്തരം പുലമ്പുന്നു, ആ വിവരക്കേട് പുലമ്പുന്നു, അത് നൺ ഓഫ് അവർ ബിസിനസ്, അത് അങ്ങനെ പറയുന്നവരവർ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അതിനപ്പുറത്തേക്ക് വരികയാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ദർശനങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ്, സ്വപ്നങ്ങൾ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോ അത് യാഥാർത്ഥ്യമായി തീരുന്നു. കൈ അടിക്കേ ആമേൻ പറ. ഈ സ്പിരിച്വലി ഡൗൺ ആയി കിടക്കുന്ന സ്ഥലത്താണ് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഡ്രാഗ് ചെയ്യുന്നത്. എന്നാൽ സ്പിരിച്വലി നമ്മൾ വളരാൻ തുടങ്ങിയ സ്വപ്നങ്ങൾ കാണുന്നതിന്റെ ആ കണ്ടു തീരുന്നേക്കാൾ മുമ്പ് ആള് വന്ന് വിളിച്ചിരിക്കും. സ്വപ്നങ്ങൾ എന്ന് പറയുന്നതും ദർശനങ്ങൾ എന്ന് പറയുന്നതും ദൈവത്തിന്റെ സ്ഥിരമായിരിക്കുന്ന പദ്ധതിയെ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മനസ്സിലാക്കി തരുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. ഞാൻ റെസ്പോൺസിബിൾ ആണ്, ഞാൻ റെഡിയാണ് എങ്കിൽ അത് നിങ്ങളിലൂടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇന്ന് രാത്രി മുതൽ ചിലർ സ്വപ്നങ്ങൾ കാണട്ടെ. ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് രാത്രി മുതൽ ചിലർ സ്വപ്നങ്ങൾ കാണട്ടെ. ഇന്ന് രാത്രി മുതൽ ചിലർ ദർശനങ്ങൾ കാണട്ടെ. അസാധാരണമായ വിഷനുകൾ ഉണ്ടാകട്ടെ, അസാധാരണമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അസാധാരണമായ കൃപകൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി മുതൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞേ.